വനിതാ സംവരണ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരദർശനിലൂടെ നടത്തിയ പ്രസംഗത്തിന് എതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ പ്രതിപക്ഷം മറ്റ് നിയമ നടപടികളും ആലോചിക്കുന്നുണ്ട്. അതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങുക കൂടിയാണ് പ്രതിപക്ഷം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, നേരത്തെ നമുക്കറിയാം ഈ ബിൽ അവതരിപ്പിച്ച ഘട്ടത്തിലടക്കം പ്രതിപക്ഷം വലിയ വിമർശനം ആണ് ഉന്നയിച്ചത്. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നിലപാട് തുടരുന്നു എന്ന് ആവർത്തിക്കുന്നു. നേരത്തെയും പ്രതിപക്ഷം ഇത് ഉന്നയിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ വനിതാ സംവരണ ബില്ല് അത് പാർലമെന്റിൽ പരാജയപ്പെടുത്താനായത് കാരണം പ്രതിപക്ഷത്തിന് വലിയൊരു ആത്മവിശ്വാസമാണ് ലഭിച്ചിട്ടുള്ളത്. അത് കാരണം അവർ പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നത് വേണം ഈ പുതിയ പരാതിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിന് നേരെയുള്ള നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാതി അത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പരിഗണനയിലാണ്. ഈ പരാതി കമ്മീഷണർ പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കുക എന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അധികാരത്തിൽ ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുത് എന്നുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലെ 4-ാം വകുപ്പിന്റെ കൃത്യമായ ലംഘനമാണ് എന്നതാണ് ഒരു ആരോപണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോപണത്തിലൂന്നിയാണ് പ്രധാനമായിട്ടും പരാതിയും നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ഇടത് എംപിമാരാണ് ഈ ഒരു പരാതി നീക്കവുമായിട്ട് നിലവിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി, അതുപോലെ തന്നെ CPMന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള P സന്തോഷ് കുമാർ, കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽ അക്കര, ഇവർ 3 പേരുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രധാനമന്ത്രി മോദിക്കെതിരായിട്ട് ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല ചില നിയമവിദഗ്ധരും പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരും അതുപോലെ തന്നെ ഭരണഘടനാ വിദഗ്ധരുമായിട്ടുള്ള കപിൽ സിബലും അതുപോലെ തന്നെ കാളീശ്വരം രാജും പ്രധാനമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും ഈ ഒരു പ്രസംഗത്തിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. കപിൽ സിബൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തത് മുൻപ് ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ അപമാനിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസങ്ങൾക്ക് മുൻപുള്ള പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള കടുത്ത വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ പ്രസംഗത്തിൽ തുടർന്ന് പ്രതിപക്ഷം ഇത്തരത്തിൽ വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിൽ കോൺഗ്രസ്, DMK, TMC തുടങ്ങിയിട്ടുള്ള പാർട്ടികളെയും അദ്ദേഹം നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വനിതാ സംവരണ ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭരണപക്ഷത്തിന് യാതൊരുവിധ ഉറപ്പുമില്ലായിരുന്നു അത് പാസ്സാകുമെന്ന്. ഇത് അവസാന ഘട്ടത്തിൽ ശിവസേന, NCP തുടങ്ങിയിട്ടുള്ള പല പാർട്ടികളെയും അനുനയിപ്പിക്കാൻ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടന്നിരുന്നു. എന്നാൽ അവർ ഒന്നും വഴങ്ങാതായപ്പോഴും ഈ ബില്ല് അത് ലോക്സഭയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഭരണപക്ഷം നടത്തിയത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും ഈ പറയുന്ന തമിഴ്നാടും അതുപോലെ തന്നെ ബംഗാൾ തെരഞ്ഞെടുപ്പും തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഈ വനിതാ സംവരണ ബിൽ പാസ്സാകാത്തത് ഒരു മുഖ്യ ആയുധമായി എടുത്തുകൊണ്ട് വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുക. അപ്പോൾ പ്രധാനമന്ത്രി, അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ദൂരദർശൻ പോലെ സർക്കാരിന്റെ ഒരു ഔദ്യോഗിക മാധ്യമം വഴി കടുത്ത രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് അത് ചട്ടലംഘനമാണ് എന്നതാണ് ഇവർ എല്ലാവരും ചൂണ്ടിക്കാട്ടിക്കുന്നത്. കപിൽ സിബൽ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാം, പക്ഷേ സർക്കാർ സ്ഥാപനങ്ങളെ ഇങ്ങനെ നശിപ്പിക്കരുത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയ വലിയ ഒരു ചട്ടലംഘനമാണ് ഇതെന്നാണ് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് അദ്ദേഹം ഒരു പടി കൂടി കടന്ന് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അലഹബാദ് ഹൈക്കോടതി അയോഗ്യയാക്കിയതും സമാനമായിട്ടുള്ള ഒരു ചട്ടലംഘനത്തിന്റെ പേരിലാണെന്നും കാളീശ്വരം രാജ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് മുൻപ്
ഇന്ദിരാഗാന്ധി 1975 ജൂൺ 12-നാണ് അലഹബാദ് ഹൈക്കോടതി ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കുന്നത്. അതും ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു ആരോപണത്തിന്റെ പേരിലാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുള്ള സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് തൻ്റെ പ്രസംഗം തുടങ്ങിവെച്ചത്. പക്ഷേ അതിനെ തുടർന്നുള്ള വരികളിലായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ള കടുത്ത ഭാഷയിലെ വിമർശനമുണ്ടായത്. അപ്പോൾ ഇത് സമാനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചട്ടലംഘനം തന്നെയാണ് പ്രധാനമന്ത്രി ചെയ്തതെന്നാണ് അഡ്വക്കേറ്റ് കാളീശ്വരം രാജും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ പ്രധാനമന്ത്രി ഔദ്യോഗിക പ്രസംഗത്തെ ഈ പ്രധാനമന്ത്രിയുടേതായിട്ട് ആ ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രസംഗത്തെ വെറും ചെളിവാരി എറിയലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ വൈര്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചുവെന്നാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ വിമർശിക്കുന്നത്. മോദി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതുപോലെ മോദിയുടേത് വെറും ഈ വാചകമടി മാത്രമാണ്, മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണെന്നാണ് CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. എന്തായാലും ഈ ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പരിഗണനയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തന്നെയാണ്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഒരു നോട്ടീസ് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. മുൻപും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ നോട്ടീസ് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് തള്ളിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതാ സംവരണ ബില്ല് അത് ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചത് അത് പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അവർ പുതിയ ഈ 2 നീക്കങ്ങൾ നടത്തിയത്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ള ഈ ഒരു നോട്ടീസ് അത് ഇപ്പോൾ നിലവിൽ പാസ്സാക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും കോൺഗ്രസ്, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK പാർട്ടികളിലുള്ള മുതിർന്ന 5 MPമാരാണ് ഇത്തരത്തിൽ ഒരു പരാതി സമർപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 200 MPമാരുടെയെങ്കിലും ഒപ്പ് ശേഖരിച്ചുകൊണ്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മുൻപ് ഇപ്പോൾ ഈ വനിതാ സംവരണ ബില്ലിൽ അത് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ 230 MPമാരുടെ പിന്തുണ പ്രതിപക്ഷത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ബില്ലിനെ വലിയ ഒരു മുന്നേറ്റത്തിലൂടെ പരാജയപ്പെടുത്താനായത്. പ്രതിപക്ഷത്തിന് ശരിക്കും വേണ്ടിയിരുന്നത് 185 വോട്ടുകളാണ്. എന്നാൽ 230 വോട്ടുകൾ ലഭിച്ചുകൊണ്ട് ഈ ബില്ലിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമായി പ്രതിപക്ഷം കണക്കാക്കുന്നു. അതുകൊണ്ട് കുറഞ്ഞത് 200 MPമാരുടെ പിന്തുണയോടെ ജ്ഞാനേഷ് കുമാറിനെതിരെ വലിയൊരു നീക്കം നടത്തി അദ്ദേഹത്തെ പുറത്താക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ 2 കാര്യങ്ങളും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഏത് വിജയിക്കും എന്നുള്ളത് ഇപ്പോൾ നിശ്ചയമല്ല. ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഈ നീക്കം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കേസെടുക്കാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന തമിഴ്നാട് അല്ലെങ്കിൽ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾക്കോ നടപടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള നീക്കം വേണമെങ്കിലും പ്രധാനമന്ത്രിക്കെതിരെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ പരാതി മാത്രമല്ല, കോടതികളിൽ നിന്ന് വരെ വേണമെങ്കിൽ നീക്കം നടക്കാം. മുൻപ് ഇന്ദിരാഗാന്ധിക്കെതിരെ നീക്കമുണ്ടായത് അലഹബാദ് ഹൈക്കോടതി വഴിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ തമിഴ്നാട്ടിലെയോ അതുപോലെ പശ്ചിമ ബംഗാളിലെയോ ഹൈക്കോടതികൾക്ക് കേസെടുക്കാം. സുപ്രീം കോടതിയിലും വേണമെങ്കിൽ ഇത്തരം നീക്കം നടത്താൻ സാധിക്കും. എന്തായാലും വളരെ ഇത്തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷം ഇതിലൂടെ പല വഴികളിലൂടെ നടത്തുന്നത് എന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വനിതാ സംവരണത്തിന്റെ മുന്നോടിയായുള്ള മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭേദഗതി ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് ശേഷം ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ആ അഭിസംബോധനയ്ക്ക് എതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വരികയും അതിശക്തമായ പ്രതിഷേധത്തിനോട് ഒപ്പം തന്നെ നിയമപരമായ നടപടികളെക്കുറിച്ച് പ്രതിപക്ഷം ആലോചിക്കുകയും ചെയ്യുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.